ആ വിക്രമൻ അയാൾ ചെറുപ്പത്തിൽ തന്നെ അപകടകാരിയായിരുന്നു. ഭൂതകാലത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് തീക്കളി പോലെയാണ്. എനിക്കെന്റെ അച്ഛനെ രക്ഷിക്കണം. അയാള് ഡാം തകർക്കാൻ പോവാണോ? അല്ലെങ്കിൽ ഇതിലും വലിയ അപകടമുണ്ടാവുമായിരുന്നു. ഇയാളോടൊപ്പം കണ്ട 5 അജ്ഞാതരായ കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനായ വിക്രമൻ അഴികൾക്ക് പിന്നിൽ നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ അടങ്ങാത്ത പകയുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. ആ പ്രളയവും ദുരിതങ്ങളും ഇപ്പോൾ വെറും പഴങ്കഥകൾ മാത്രം. ആര്യയും കൂട്ടരും 1985 വരുത്തിയ ആ ഒരൊറ്റ മാറ്റം ഇന്നത്തെ ലോകത്തെ സ്വർഗതുല്യമാക്കി മാറ്റി. അവർ വളർന്നു, വലുതായി. പക്ഷേ കാലം കരുതിവെച്ച ചില കണക്കുകൾ ബാക്കിയായിരുന്നു. മലമ്പുഴ ഡാം പരിസരം 2052. പുതിയ കാലഘട്ടം. സമയം വൈകുന്നേരം. ആര്യയുടെ ശബ്ദത്തിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ ഗൗരവം. നോക്കു വിനു, എത്ര ശാന്തമാണീ പുഴ. പണ്ട് നമ്മൾ കണ്ട ആ കറുത്ത വിഷപ്പുകയില്ല, നിലവിളികളില്ല. വിനു ചിരിച്ചുകൊണ്ട്. അതെ ആര്യ, എല്ലാം മാറി. ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ രോഗികളെക്കാൾ കൂടുതൽ പാർക്കിൽ കളിക്കുന്ന കുട്ടികളെയാണ് കാണാറ്. പക്ഷേ ഇന്നലെയും ഞാൻ അച്ഛനെ നോക്കിയിരുന്നു. ആ കാലിന്റെ വേദന. അദ്ദേഹം അത് പുറത്ത് കാണിക്കില്ല. പക്ഷെ നടക്കുമ്പോൾ ആ ഊന്നുവടി തറയിൽ മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം, അത് കേൾക്കുമ്പോൾ എന്റെ നെഞ്ചിലാണ് കൊള്ളുന്നത്. 1985 ആ രാത്രിയിൽ ഞാൻ കാരണമാണ് അച്ഛന്. വിനു, നിർത്തൂ. അന്ന് നീ അച്ഛനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നീ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ആ ത്യാഗത്തിന് കിട്ടിയ ഫലമാണ് ഈ കാണുന്ന സമാധാനം. എനിക്കറിയാം. എന്നാലും പിന്നെ നീ മറക്കരുത് ശങ്കരൻ മാഷ് പറഞ്ഞ വാക്കുകൾ. നമ്മൾ ചരിത്രം തിരുത്തി, പക്ഷേ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ടില്ല. വിക്രമൻ, അയാൾ ആ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അയാൾ എവിടെയോ ഉണ്ട് വിനു. ആ സൈക്കിൾ പുറപ്പെടുവിക്കുന്ന എനർജി തരംഗങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഈ കെട്ടിപ്പടുത്ത ലോകം വീണ്ടും തകർന്നേക്കാം. എന്റെ വാച്ചിലെ സെൻസർ. ലാബിൽ എന്തോ പ്രശ്നമുണ്ട്. വാ പോകാം. സിദ്ധാർത്ഥിന്റെ ഹൈടെക് ലാബ്. സമയം രാത്രി. സിദ്ധാർത്ഥ് ഉത്സാഹത്തോടെ. സർ നോക്കൂ, ഈ ഗ്രാഫിലെ പീക്ക് കണ്ടോ? ക്വാണ്ടം എനർജിയുടെ ഏറ്റവും ഉയർന്ന നില. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട്. വിക്രമൻ വയസ്സായ വിറയ്ക്കുന്ന ശബ്ദത്തിൽ. അതാ സൈക്കിളാണ് സിദ്ധാർത്ഥ്. എനിക്ക് ഉറപ്പാണ്. അതെ, 1985 ആ പ്ലാന്റിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ട അതേ ഫ്രീക്വൻസി. ഇത്രയും കാലം അവർ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആര്യ, ആ പെൺകുട്ടി, അവളാണിതിനെല്ലാം കാരണം. സിദ്ധാർത്ഥ്, എനിക്ക് തിരിച്ചു പോണം. എന്റെ യൗവനം, എന്റെ അധികാരം എല്ലാം അവർ തട്ടിയെടുത്തു. എനിക്കെന്റെ നഷ്ടപ്പെട്ട 40 വർഷങ്ങൾ തിരികെ വേണം. സിദ്ധാർത്ഥ്, കാം ഡൗൺ സർ. പഴയതുപോലെയല്ല കാര്യങ്ങൾ. ഇന്ന് ടെക്നോളജി എന്റെ കൈപ്പിടിയിലാണ്. നമ്മൾ വെറുതെ ഭൂതകാലത്തിലേക്ക് പോകുകയല്ല. നമ്മൾ കാലത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ പോകുകയാണ്. ലൊക്കേഷൻ ട്രേസ് ചെയ്തു കഴിഞ്ഞു. സെക്ടർ 7, പഴയ വെയർഹൌസ്. ടീം മൂവ്. ഇന്ന് രാത്രി നമ്മൾ ചരിത്രം തിരുത്തും. ആര്യയുടെ രഹസ്യാറ. പഴയ വെയർഹൌസിനുള്ളിൽ. സമയം രാത്രി. സൈക്കിളിൽ നിന്നുള്ള ഹുങ്കാര ശബ്ദം കൂടുന്നു. അലാറം ശബ്ദങ്ങൾ. ആര്യ, വിനു, മനു, റിയ, അപ്പു എന്നിവർ വട്ടത്തിൽ നിൽക്കുന്നു. സൈക്കിൾ നീല നിറത്തിൽ തിളങ്ങുന്നു. മനു ആര്യയോട്, ആര്യ, ഇതിന്റെ റീഡിംഗ്സ് നിയന്ത്രണാതീതമാണ്. സൈക്കിൾ തനിയെ ആക്ടിവേറ്റ് ആവുകയാണ്. റിയ, ആര്യ, പുറത്ത് ആരൊക്കെയോ ഉണ്ട്. ക്യാമറകൾ ഓഫായി. സിദ്ധാർത്ഥും ഗാർഡുകളും അകത്തേക്ക് കടക്കുന്നു. സിദ്ധാർത്ഥ് കൈയടിച്ചുകൊണ്ട്, ബ്രാവോ, എന്തൊരു സെറ്റപ്പ്. നമസ്കാരം കാലത്തെ മാറ്റിയ വിരുദ്ധന്മാരെ. വിനു, ആരാണ് താൻ? ഞാൻ സിദ്ധാർത്ഥ്, നിങ്ങൾ പണ്ട് 85 പരാജയപ്പെടുത്തിയ വിക്രമന്റെ ഒരേ ഒരു ശിഷ്യൻ. ആര്യ, വിക്രമൻ? അയാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ജീവനോടെയുണ്ട് ആര്യ, പക്ഷെ ഒരു ജീവച്ഛവമായി. അതിനു പകരം ചോദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നില്ല. എനിക്ക് വേണ്ടത് ഈ കാലചക്രമാണ്. ഇത് തന്നാൽ ഈ നിർമ്മിച്ച മനോഹരമായ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാം. ആര്യ ദേഷ്യത്തോടെ, ഇത് നിന്റെ കയ്യിൽ കിട്ടിയാൽ നീ ലോകം നശിപ്പിക്കും. 1985 വിക്രമൻ ചെയ്യാൻ ശ്രമിച്ചതും അതായിരുന്നു. ഛേ, ഞാൻ വിക്രമനല്ല ആര്യ. എനിക്ക് പഴയ ചരിത്രം മാറ്റണ്ട. എനിക്ക് ഭാവിയെ നിയന്ത്രിക്കണം. ഒന്നാലോചിച്ചു നോക്കൂ. ഈ സൈക്കിളും എന്റെ ടെക്നോളജിയും ചേർന്നാൽ നമ്മൾ ദൈവങ്ങളെക്കാൾ വലിയവരാകും. ആര്യ, ഇതിൽ കയറൂ. നമുക്കൊരുമിച്ച് പുതിയൊരു സാമ്രാജ്യം പണിയും. ഒരിക്കലുമില്ല. ഈ സൈക്കിൾ ഒരു ശാപമാണ്, വരമല്ല. അത് നിനക്ക് കിട്ടില്ല. എങ്കിൽ ബലമായി അടിക്കേണ്ടി വരും. പിടിക്കവളെ.
ഗാർഡുകൾ ഓടുമ്പോൾ സൈക്കിളിൽ നിന്നുള്ള ഹുങ്കാര ശബ്ദം കാതടപ്പിക്കുന്ന രീതിയിലാകുന്നു. നീല വെളിച്ചം കണ്ണഞ്ചിപ്പിക്കുന്നു. ബിനു, മനു, എല്ലാവരും സൈക്കിളിൽ തൊട്ടുപിടിച്ചോ, വേഗം. ആര്യ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടായാലും കുഴപ്പമില്ല. ഇത് വിക്രമന്റെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ തിരുത്തിയ ഈ ലോകം നശിക്കും. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അലർന്നു. നോ, അവരെ വിടരുത്. സിസ്റ്റം ട്രാക്ക് ചെയ്യ്. അവർ ഏത് കാലത്തിലേക്കാണ് പോയതെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയണം. നീല വെളിച്ചം മാഞ്ഞപ്പോൾ ആ മുറി ശൂന്യമായിരുന്നു. സിദ്ധാർത്ഥിന്റെ കൈകളിൽ നിന്ന് അവർ വഴുതിപ്പോയിരിക്കുന്നു. പക്ഷേ സമയം സെറ്റ് ചെയ്യാതെ ആര്യ നടത്തിയ ആ യാത്ര അവരെ എവിടെയായിരിക്കും എത്തിച്ചിട്ടുണ്ടാവുക? ഭൂതകാലത്തിലേക്കോ അതോ വിചിത്രമായ ഭാവിയിലേക്കോ? തുടർന്ന് കേൾക്കൂ തുരങ്കം, ഓൺലി ഓൺ വോയിസ്ലി FM.